വനപാലകന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയ സംഭവത്തിൽ നിലമ്പൂർ നോർത്ത് ഡിഎഫ്ഒയ്ക്ക് സിസിഎഫിന്റെ താക്കീത്. പാലക്കാട് ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ വിജയാനന്ദാണ് നിലമ്പൂർ നോർത്ത് ഡിഎഫ്ഒ ടി അശ്വിൻകുമാറിന് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് കാണിച്ച് നോട്ടീസ് നൽകിയത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് നിലമ്പൂർ നോർത്ത് ഡിവിഷന് കീഴിലെ അകമ്പാടം വനം ഓഫീസിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സുനിൽകുമാർ ഓഫീസിൽ മരണപ്പെട്ടിരുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഞായറാഴ്ച 1 മണിയോടെ നിലമ്പൂർ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കാൻ ഡിഎഫ്ഒയുടെ അനുമതി തേടിയപ്പോഴാണ് ഓഫീസിന് മുന്നിൽ പൊതുദർശനം അനുവദിക്കില്ലെന്നും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പൊതുദർശനം നടത്താമെന്നും മറുപടി നൽകിയത്. ഇതോടെ വനം ജീവനക്കാരും അവരുടെ സംഘടനയും രംഗത്തു വന്നു. തുടർന്ന് ഡിഎഫ്ഒയുടെ എതിർപ്പ് അവഗണിച്ച് മൃതദേഹം ഓഫീസിന് മുന്നിൽ തന്നെ പൊതുദർശനത്തിന് വെച്ചു. ജീവനക്കാർ തങ്ങളുടെ സഹപ്രവർത്തകന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ ഡിഎഫ്ഒയുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടി പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 2023 ഓഗസ്റ്റ് 14 ഉത്തരവിന്റെ ലംഘനം കൂടിയാണെന്ന് നോട്ടീസിൽ പറയുന്നു. ഓഫീസ് ഡ്യൂട്ടിക്കിടയിൽ ജീവനക്കാർ മരണപ്പെട്ടാൽ തുടർ നടപടികൾ സ്വീകരിക്കുകയും മരണാനന്തര ചടങ്ങുകളിൽ മാനസിക പിന്തുണ നൽകേണ്ടതുമാണ്. അത്തരം സമീപനങ്ങൾ ജീവനക്കാർക്ക് ജോലിയോടുള്ള കൂറ് വർദ്ധിപ്പിക്കുന്നതിനും ആപൽഘട്ടങ്ങളിൽ വകുപ്പ് കൂടെയുണ്ടെന്നുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും കാരണമാകുമെന്നും ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ നടപടി വനം വകുപ്പിന് തന്നെ നാണക്കേടാണെന്നും ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുതുമെന്ന താക്കീതുണ്ട്. തിരുവനന്തപുരം സ്വദേശിയായ സുനിൽകുമാറിന്റെ ഭൗതിക ശരീരം സഹപ്രവർത്തകർക്ക് കാണുവാനും ആദരാഞ്ജലികൾ അർപ്പിക്കാനുമാണ് വനം കാര്യാലയത്തിന് മുന്നിൽ 1 മണിക്കൂർ നേരം പൊതുദർശനത്തിന് വെച്ചത്. നിലമ്പൂർ നോർത്ത് ഡിഎഫ്ഒ അശ്വിൻകുമാറിന്റെ മനുഷ്യത്വരഹിതമായ നിലപാട് വനം വകുപ്പിന് വലിയ ക്ഷതമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. തന്റെ കീഴ് ജീവനക്കാരുടെ പ്രശ്നങ്ങളിൽ അവർക്കൊപ്പം നിൽക്കേണ്ട മേലുദ്യോഗസ്ഥനാണ് ഇത്തരം നടപടികൾ സ്വീകരിച്ചത്. വനം വകുപ്പ് ജീവനക്കാരുടെ സംഘടന ഡിഎഫ്ഒയ്ക്ക് എതിരെ കർശന നടപടി വേണമെന്ന നിലപാടിലാണ്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. E4 മീഡിയ, മലയോരത്തിന്റെ ദൃശ്യവിസ്മയം.